ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ദുല്ലൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇതിൻ്റെ സംസാരം ആർക്കും പറ്റുന്നില്ല എന്നൊക്കെ എന്നെ അറിയാവുന്നുള്ളവരൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായത് എൻ്റെ സംസാരം ഭയങ്കര സ്ലോ ആണ്, നല്ല നീട്ടലാണ്, അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് ഇച്ചിരി സ്പീഡാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും 4:45 ഞാൻ അലാറം വെച്ച് എണീച്ചിട്ടുണ്ട്. കാരണം മോന് 6 മണിക്ക് മദ്രസ ഉണ്ട്. അതിന് മുന്നേയൊക്കെ അവനെ വിളിച്ചുണർത്തണം. പക്ഷേ അവനെ വിളിച്ചുണർത്തുന്നതന്നെ നല്ല പാടാണ്. ഞാൻ 4:45 എണീച്ചാലേ അവനൊരു 6 മണിക്ക് 6:15 ആകുമ്പോഴെങ്കിലും മദ്രസയിൽ പോകും. അങ്ങനെ മോനെ വിളിച്ചുണർത്തി മോനെ മദ്രസയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇക്കടുത്തോട്ട് നമുക്കൊരു ചായ കുടിച്ചിട്ട് വന്നാലോ, കോളം ബീച്ചിൽ പോയി എന്ന് വിചാരിച്ചു. അങ്ങനെ ഇക്ക പറഞ്ഞ് ഞാനെന്താ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് വെള്ളിയാഴ്ച കൊണ്ട് ഇക്കാക്ക് ലീവാണ്. അങ്ങനെ ഞാൻ ഇക്കയും കൂടി നേരെ കോളം ബീച്ചിലോട്ട് പോയി. കോളം ബീച്ചിൽ രാവിലെ അല്ല, ബീച്ചിലൊക്കെ ഈ രാവിലെ പോകാൻ നല്ലൊരു രസമാണ്. എല്ലാവരും വൈകിട്ടാണ് പോകുന്നത്, എങ്കിലും ഈ രാവിലെ അവിടെ പോയിരിക്കുന്നത് നല്ലൊരു വൈബാണ്. നമ്മൾ മാത്രമായിട്ടൊക്കെ ഇങ്ങനെ പോരും. ചില ദിവസങ്ങൾ നമ്മൾ പോകുമ്പം നല്ല തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മൾ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. ഒരു 2 ആൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ മീൻ പിടിക്കാൻ വേണ്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. നല്ല ചായയായിരുന്നു. ഞാൻ ഇക്കയും കൂടി അവിടെ കയറി ചായ മാത്രമേ കുടിച്ചുള്ളൂ. ഇന്ന് ഞങ്ങൾ പഴംപൊരി ഒന്നും കഴിച്ചിട്ടില്ല. അത് ഒരു ചിയേഴ്സ് അടിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നിട്ട് മോൻ്റെ സ്കൂളാണ് ഞാൻ കാണിച്ചത്. പിന്നെ തിരിച്ചു വന്ന് നേരെ മാർക്കറ്റ് കയറി മീൻ വാങ്ങി. മീൻ വാങ്ങാൻ കയറിയപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന മീനൊന്നും അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ നോക്കി നിന്നിട്ട് മീൻ വാങ്ങി. വാളയും കാരയും വാങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേണം ഇനി മോനെ റെഡിയാക്കി സ്കൂളിൽ വിടാൻ. വരുമ്പോൾ ഏകദേശം അവൻ റെഡിയായി നിൽക്കും. അവന് 7:30 വരെ ഉള്ളൂ മദ്രസ. പിന്നെ വന്ന് കുറച്ച് നേരം ഫോണോ അല്ലെങ്കിൽ TV എന്തെങ്കിലും കണ്ടിട്ട് പിന്നെ ടൈം ടേബിളൊക്കെ നോക്കി വെക്കും. പിന്നെ നേരെ അവൻ കുളിച്ച് അവൻ റെഡി ആയിക്കോളും. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് മോനിക്ക് പൂരിയും മുട്ടക്കറിയും ഒക്കെ വെച്ച് സ്നാക്സും ലഞ്ചും ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് അവനിക്ക് ഫുഡും കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടു. ഒരു 9 മണിയൊക്കെ ആകുമ്പം വണ്ടി വരും. 9 മണിയൊക്കെ ആകുമ്പോഴാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഒരു 8:55 ആകുമ്പോൾ അവിടെ പോയി നിൽക്കും. ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ താമസിച്ച് വരും. പിന്നെ അതേ മോന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇന്ന് മോളും ഇക്കായും കൂടി പോകുന്നത്. വെള്ളിയാഴ്ച കൊണ്ട് ഇക്കാക്ക് ലീവാണ്. അപ്പോൾ മോളും ഇക്കായും കൂടിയാണ് മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോയത്. പിന്നെ അതേ ഞാൻ കൊണ്ടുവന്ന മീനും പിന്നെ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു. കാരണം 9 മണി ആയല്ലോ. ഇനി ഇപ്പോഴേക്ക് ചെയ്താലേ ഒരു 1:30 കഴിയുമ്പോഴെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് ജോലി ഒതുങ്ങും. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഒരു കയ്യിൽ ഫോണ്, അത് ഭയങ്കര ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ഇങ്ങനെയാണല്ലോ ഓരോ യൂട്യൂബേഴ്സും വീഡിയോ എടുക്കുന്നതെന്ന്. ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ വെട്ടി കഴുകി. ഒത്തിരി മീനുണ്ടായിരുന്നു. ആ കാരലെന്ന് പറഞ്ഞ മീൻ പൊടിയായതുകൊണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പെട്ടെന്ന് വെട്ടിയെടുത്തു. കാരണം മോള് ഇന്ന് നഴ്സറിയിൽ പോയിട്ടില്ല. അപ്പം അവൾ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ പെട്ടെന്ന് ഇന്നെ എണീച്ച് കൈയൊക്കെ കഴുകിയിട്ട് പിന്നെ അവൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വെട്ടിയെടുത്തു. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരുന്നത് ഇക്കായാണ്. ഇക്ക ഞാൻ അവിടെ പിടിച്ചിരുത്തി ഇതൊന്നും എടുത്ത് തന്നിട്ട് പോയി കാരണം. അപ്പം ഇക്ക വന്നു എടുത്ത് തന്നു. എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് മീനൊക്കെ കഴുകി. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ പിന്നെ വീട് ക്ലീൻ ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഈ ചാനൽ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ്. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഈ വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഓരോ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇങ്ങനെ ആയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, മീൻ കറിയൊക്കെ സെറ്റ് ചെയ്തു. അത് തേങ്ങ അരപ്പണം, വാളയല്ലേ. അപ്പം തേങ്ങയൊക്കെ അരച്ച് നമ്മുടെ ഇവിടുത്തെ സ്റ്റൈൽ, ട്രിവാൻഡ്രം സ്റ്റൈൽ കറിയൊക്കെ ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് ജോലികളുണ്ട്. അപ്പം ഇത് പെട്ടെന്ന് കഴിഞ്ഞാലേ എനിക്ക് അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ മീനൊക്കെ പുരട്ടി വെച്ചു. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, കാരണം എൻ്റെ ഈ ചാനലെന്ന് വെച്ചാൽ 2019 ചാനലാണ്. പക്ഷേ എൻ്റെ ഒരു വീഡിയോസ് പോലും ആ ഇടയ്ക്ക് ഒന്നും ഇട്ടില്ല. ഒരു 2 വർഷം മുന്നേ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഷോർട്സാണ് ഇട്ടത്, അല്ലാതെ ലോങ് വീഡിയോ അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാനൊന്നും ഒരിക്കലും ഇങ്ങനെ ഇതിലോട്ട് വരുമെന്നേ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഇതിൽ വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ കോവയ്ക്ക, മുരിങ്ങയില, കപ്പയൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ഐറ്റംസ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മുരിങ്ങയില തോരൻ വെച്ചു, കോവയ്ക്ക വിഴുക്ക് വെച്ച്. ലാസ്റ്റാണ് ഞാൻ കപ്പ വെക്കുന്നത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കപ്പയ്ക്കുള്ള തേങ്ങയൊക്കെ അരച്ച് കപ്പയും വേവിച്ച്. ഈ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇത് ഇളക്കാൻ ഭയങ്കര ടാസ്ക്കായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ ശ്രമിച്ച് നോക്കി, പക്ഷേ പറ്റിയില്ല. പിന്നെ ഞാൻ
വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടാണ് പിന്നെ ഞാൻ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചു, റെഡിയായി, നിസ്കരിച്ചു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇക്ക പള്ളിയിൽ പോയിട്ട് വന്നു. ദേ കുറച്ച് പാത്രം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി കഴുകിയിട്ടാണ് ഞാൻ കുളിക്കാനൊക്കെ പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ പിന്നെ ഇക്കായും പള്ളിയിൽ നിന്നൊക്കെ വന്നു. ദേ എൻ്റെ അടുക്കളയെല്ലാം ഞാൻ ക്ലീൻ ആൻഡ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ഫുഡ് അടിക്കണം, കുറച്ച് നേരം കിടക്കണം. പിന്നെ ഞാൻ മീൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ മീനെടുത്ത് പൊരിക്കുന്നത്. ഞാൻ മറന്നുപോയി, സംഭവം മീൻ പൊരിക്കുന്ന കാര്യം മറന്നുപോയി. ഫുഡൊക്കെ എടുത്തപ്പോഴാണ് ഓർമ്മിച്ചത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തു. എല്ലാം അപ്പോൾ തന്നെ ടേബിളിലെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഓൾറെഡി തോരനും വിഴുക്കൊക്കെ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പെട്ടെന്ന് മീനൊക്കെ പൊരിച്ച് പാത്രങ്ങളിലൊക്കെ ആക്കി അതും കൂടി എടുത്ത് മീൻകറിയായിട്ട് കൊണ്ടുവച്ചു. പിന്നെ അതേ കുറച്ച് ചോറും കിഴങ്ങും കോവയ്ക്ക വിഴുക്കും മുരിങ്ങയില തോരനും കുറച്ച് മീൻകറിയായിട്ട് നന്നായിട്ട് ഉച്ചയ്ക്ക് കഴിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഇരുന്ന് ഫാമിലിയായിട്ട് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അവരും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കറി കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ കൊള്ളാം എന്നൊക്കെ പറയും കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞുകൂടാത്തതിനെ പറ്റി ഇങ്ങനെ കൂടുതൽ അറിയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയില്ല, കുറച്ച് നേരം കിടന്നപ്പോൾ തന്നെ പിന്നെ മോൻ വന്നപ്പോൾ പിന്നെ ഇനി ഇവന് 4:30 ട്യൂഷനുണ്ട്. അപ്പം മോന് ട്യൂഷന് പോകണം. അപ്പോൾ അവൻ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കട്ടൻ ചായ ഇട്ട്, ഈ കട്ടൻ ചായക്കകത്ത് മിച്ചറിട്ട് കഴിക്കാൻ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അങ്ങനെ കുറച്ച് ചൂടോടെ തന്നെ ആക്കി വെച്ചു. അപ്പോൾ തണുക്കുമ്പോൾ അവൻ മേലൊക്കെ കഴുകിയിട്ട് വന്ന് എടുത്ത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇരിക്കും. എന്നിട്ട് 4:30 പോയാൽ മതി ട്യൂഷന്. പിന്നെ അവൻ ട്യൂഷന് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ വൈകിട്ടത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ വൈകിട്ടൊന്ന് പുറത്ത് പോയായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.